ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 2024 വർഷത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇത് 3ാം ക്ലാസ്സിലെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനം. മലയാളം മീഡിയമാണ് ആദ്യം തന്നെ പറയുന്നത്, അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ. അപ്പോൾ പരിസര പഠനം ഭാഗം 1, യൂണിറ്റ് 1. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ഹരിതഭൂമി എന്നാണ്. ഹരിതം, പച്ചപ്പുള്ളത് അല്ലേ? പച്ചപ്പുള്ള നമ്മുടെ ഭൂമി എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. നമ്മുടെ ആദ്യം തന്നെയുള്ള പ്രവർത്തനം തൊട്ടുവാ പൈങ്കിളിയെ എന്ന ഒരു കവിതയാണ്, ഒരു കുഞ്ഞു പാട്ടാണിത്. നിങ്ങൾക്ക് കളിക്കാനും പഠിക്കാനും ഒരുമിച്ചൊരു പാട്ട്. തെയ്യക്കം തെയ്യക്കം താരാ മാമരം തൊട്ടുവാ പൈങ്കിളിയേ, കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ. ഇങ്ങനെ പോയിട്ട് കിളി മരം തൊട്ടു, കിളി തൊട്ട മരത്തിൻ്റെ പേരെന്താണ്, അത് വലുതാണോ അത് ചെറുതാണോ എന്നൊക്കെയാണ് കിളിയോട് ചോദിക്കുന്നത്. തെയ്യക്കം തെയ്യക്കം താരാ പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയേ, കിളി തൊട്ട പൂവേത്, പൂവിൻ്റെ പേരെന്ത്, പൂവതിൻ നിറമെന്ത് പറയാമോ. ഇനി പൂവിൻ്റെ നിറം എന്താണ്, പൂവാണ് തൊടേണ്ടത്. പൂവിൻ്റെ പേരെന്താണ്, പൂവിൻ്റെ നിറം എന്താണ് എന്നാണ് പറയേണ്ടത്. കളിയാണ്, കളിക്കാനുള്ള പാട്ടാണ്. നിങ്ങളും ഇതുപോലെ പാടി കളിച്ച് മരവും പൂവും. ഇനി അടുത്ത എന്താണ് തൊടേണ്ടത്? തെയ്യക്കം തെയ്യക്കം താരാ തെയ്യക്കം 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 താരാ ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയേ, കിളി തൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇല തന്നാകൃതി പറയാമോ. ഇലയുടെ പേരും പറയണം, ഇലയുടെ ആകൃതിയും പറയണം. പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? എൻ്റെ പരിസര പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ തൊട്ടുവാ പൈങ്കിളിയേ എന്ന് പറയുന്ന പോലെ നമ്മൾ പാടുമ്പോൾ നിങ്ങൾ ഒരാൾ ഓടിപ്പോയിട്ട് മരം തൊടണം. മരം തൊട്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് മരത്തിൻ്റെ പേരും നിങ്ങൾ പറയണം. എല്ലാവരും ഈ കളി നടക്കുമ്പോൾ പരിസര പഠന നോട്ട് ബുക്ക് കൂടി കയ്യിലെടുക്കുക. ഓരോരുത്തരും തൊടുന്നത് മരത്തിൻ്റെ പേരും പൂവിൻ്റെ പേരും ഇലയുടെ പേരും നിങ്ങൾ എഴുതി വെക്കണം. ഇനി നമ്മൾ ക്ലാസ്സിൽ തിരികെ വന്നതിന് ശേഷം ഈ എല്ലാ സസ്യങ്ങളുടെയും പേര് എൻ്റെ പരിസര പുസ്തകത്തിൽ എഴുതണം. നിങ്ങൾ ഏതെല്ലാം മരങ്ങളാണ് തൊട്ടത്? നമ്മുടെ സ്കൂളിലും നമ്മുടെ വീട്ടിലും ഒക്കെ ഉള്ള സാധാരണ കാണുന്ന കുറച്ച് മരങ്ങളുടെയും ചെടികളുടെയും അതേപോലെ ചെറിയ ചെടികളുടെയും ഒക്കെ പേരുകൾ നമുക്ക് എഴുതാം. ഒന്ന് വായിച്ചു നോക്കിയാലോ എഴുതിയത്? എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? മാവ്, പ്ലാവ്, പയർ, മുല്ല, ചെമ്പരത്തി, വാഴ, തെങ്ങ്, മണിപ്ലാന്റ്, മത്തൻ, വെള്ളരി, തേക്ക്, ആൽ, മധുരക്കിഴങ്ങ്, റോസ്, കളർ ചെടി, കളർ കൂർക്ക, റംബുട്ടാൻ, കുമ്പളൻ, മുന്തിരി, നാരങ്ങ, തുളസി, നെല്ലി, അരിനെല്ലി, പേരമരം, തക്കാളി, നെല്ല്, പുല്ല്, തുമ്പ, മൈലാഞ്ചി, ആമ്പൽ, താമര, പപ്പായ, റബ്ബർ, ചീര, പോപ്പി, കാശിത്തുമ്പ. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സസ്യങ്ങളുടെ പേരെഴുതാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതുക. ഇനി ഒരു കളിയാണ്. ഇത് എഴുതി കഴിഞ്ഞാലും കളിയുണ്ട് കേട്ടോ. ഞാനാര് കളി. അപ്പോൾ നിങ്ങളൊരാൾ ഒരു സസ്യത്തിൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ വിചാരിക്കുക. ഞാൻ വിചാരിച്ച പേര് നിങ്ങൾ ചോദ്യങ്ങളിലൂടെ കണ്ടെത്തണം. അതിനുവേണ്ടി നിങ്ങൾ ഏതെല്ലാം ചോദ്യമാണ് ചോദിക്കേണ്ടത്? ചെടിയാണോ, അതായത് ചെറുതാണോ? നല്ല ഉയരമുണ്ടോ? ഉയരം കുറവാണോ? തണ്ടുകൾ മൃദുവായതാണോ?
കൂടുതൽ കാലം ജീവിക്കുന്നവയാണോ? കായ് ഭക്ഷണമായി ഉപയോഗിക്കുമോ? മരമാണോ? കുറ്റിച്ചെടിയാണോ? മരത്തേക്കാൾ ചെറുതാണോ? കൊമ്പുകളില്ലാത്തതാണോ? അതായത് ശാഖകളില്ലാത്ത മരമാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾ ടീച്ചർ മനസ്സിൽ വിചാരിച്ച സസ്യത്തിൻ്റെ പേര് കണ്ടെത്തണം. ഓക്കെ, അത് നിങ്ങൾക്ക് എളുപ്പം സാധിക്കും. ഇനി ഏതെല്ലാം ഭാഗങ്ങൾ, സസ്യഭാഗങ്ങൾ എന്നുള്ള ഭാഗം നോക്കുക. സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. വേര് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് നമ്മൾ വരയ്ക്കുക? തണ്ട് അല്ലേ? പിന്നെ അതിൽ ഇല, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പൂ വരയ്ക്കാൻ തോന്നും അല്ലേ? എല്ലാ കുട്ടികൾക്കും അതിലൊരു പൂ വരയ്ക്കാൻ തോന്നും. പൂവിൻ്റെ മൊട്ട്, ചിലർക്ക് കായും വരയ്ക്കണം എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല ഒരു ചെടിയുടെ പ്രധാനമായും ഉള്ള 3 ഭാഗങ്ങൾ എന്തായാലും നിങ്ങളുടെ ചിത്രത്തിൽ വേണം. വേര്, തണ്ട്, ഇല. സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാം. തണ്ട് എന്നതിന് പകരം ഒരു പേരുണ്ട്, കാണ്ഡം. ഇല, പത്രം. വേര്, മൂലം. ഈ പേരുകളും കൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? വലിപ്പം വ്യത്യാസമുണ്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചെറിയ ചെടികൾ, പിന്നെ അതിനേക്കാൾ കുറച്ച് വലിയ ചെടികൾ, അതിലും വലിയ ചെടികൾ, മരങ്ങൾ അല്ലേ? അപ്പോൾ ഇവിടെ വലിപ്പം വ്യത്യാസമുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. വലിപ്പം വ്യത്യാസമുണ്ട്. ആയുസ്, ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കാലം ജീവിക്കും, അത് വ്യത്യാസമുണ്ട്. ആകൃതി, ചിലത് നീണ്ടു പോകുന്നതായിരിക്കും, കൊമ്പുകളില്ലാത്തതായിരിക്കാം, ചിലത് നല്ല തടിച്ചതായിരിക്കാം അല്ലേ? ചിലത് പൊന്ത പിടിച്ചുണ്ടാവുന്നതാണ്. ഇലകളുടെ ആകൃതിയും വ്യത്യാസമുണ്ട്. തണ്ടുകളുടെ ബലം വ്യത്യാസമുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മുടെ സസ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്ത പേജിലെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ കുറേ ചെടികൾ കൊടുത്തിട്ടുണ്ട്, മരങ്ങൾ, ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. സസ്യങ്ങൾ, മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളതിന് ഒന്നിച്ച് പറയുന്ന പേരാണ് സസ്യങ്ങൾ. ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? റോസ്, ചെമ്പരത്തി, നെല്ല്, തെങ്ങ്, ആല്, ഇതെല്ലാം കാണുന്നുണ്ട് അല്ലേ? ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇവയുടെ തണ്ട്, ആലിൻ്റെ തണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ആലിൻ്റെ തടിയാണ് നമ്മൾ പറയുക അല്ലേ? മാവിൻ്റെ തടി, പ്ലാവിൻ്റെ തടി അല്ലേ? എന്നാൽ ചെമ്പരത്തിയുടെ തടി എന്നല്ല പറയുക, കൊമ്പ് അല്ലേ? എന്നാൽ ചീരയുടെ ഒക്കെ ആണെങ്കിലോ തണ്ട് എന്നാണ് പറയുക. ഇതിൽ ചീരയും ഉണ്ട് അല്ലേ? നെല്ലിൻ്റെയോ? നെല്ലിനും അങ്ങനെ തന്നെ. ഒരു പുല്ലും നെല്ലും ഒക്കെ തണ്ട് എന്ന് പറയാൻ മാത്രമുള്ള തണ്ടില്ല അല്ലേ? എന്നാൽ ഉണ്ട്, ബലമില്ലാത്ത മൃദുവായ തണ്ട്. വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇതിൽ വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ ഇവിടെ നമ്മുടെ പട്ടികയിൽ 3 സസ്യങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ചീര, ചെമ്പരത്തി, മാവ്. പട്ടിക എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്? തണ്ടിൻ്റെ കാര്യത്തിൽ മൃദുവായത്, കാഠിന്യമുള്ളത്, വളരെ കാഠിന്യമുള്ളത്. പിന്നെ വലുപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെറുത്, ഇടത്തരം, വലുത്. നിലനിൽക്കുന്ന കാലം എന്നുള്ളതിലോ മാസങ്ങൾ, വർഷങ്ങൾ, വളരെയധികം വർഷങ്ങൾ. ആദ്യം നമുക്കിതിലെ ചീര എടുക്കാം. ചീരയുടെ തണ്ട് എങ്ങനെയുള്ളതാണ്? മൃദുവായ തണ്ട് അല്ലേ? കാഠിന്യമുള്ളതോ വളരെ കാഠിന്യമുള്ളതോ അല്ല, കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന മൃദുവായ തണ്ട്. ചീരയുടെ വലിപ്പം ചെറുത്. ചീര നിലനിൽക്കുന്ന കാലം മാസങ്ങൾ. ഇങ്ങനെ ടിക്കിട്ടിട്ടുണ്ട്. ചെമ്പരത്തിയുടെ തണ്ട്
കാഠിന്യമുള്ളതാണ്, കുറച്ച് ബലമൊക്കെ ഉള്ളതാണ്. വലിപ്പം ചെറുതുമല്ല വളരെ വലുതുമല്ല, ഇടത്തരം. നിലനിൽക്കുന്ന കാലം വർഷങ്ങൾ. ഇനി മാവിൻ്റെ തണ്ട് എന്ന് പറഞ്ഞാൽ മാവിൻ്റെ ആ തടി ഇല്ലേ, അത് വളരെ കാഠിന്യമുള്ളതാണ്. അതിൽ ടിക്ക് ചെയ്തു. വലിപ്പം എന്നുള്ളതിൽ വലുത് എന്ന കോളത്തിൽ ടിക്ക് ചെയ്തു. അടുത്തത് നിലനിൽക്കുന്ന കാലം, അത് കുറേ അധികം വർഷങ്ങൾ. ഇനി നമുക്ക് ഈ പട്ടികയിൽ കുറച്ചെണ്ണം കൂടി ചേർക്കാം. വാഴ, തുളസി, തെങ്ങ്, പ്ലാവ്, തെച്ചി, തക്കാളി, നെല്ല്, മൈലാഞ്ചി, ഇങ്ങനെയുള്ള കുറച്ച് സസ്യങ്ങളെ ചേർത്തിട്ടുണ്ട്. എല്ലാവരും പട്ടിക നോക്കുക. വാഴയുടെ തണ്ട് മൃദുവായത്, വലിപ്പം ഇടത്തരം, നിലനിൽക്കുന്ന കാലം മാസങ്ങൾ. തുളസിയുടെ തണ്ട് കാഠിന്യമുള്ളതാണ്, കുറച്ച് ബലമൊക്കെ ഉള്ളതാണ്. വലിപ്പം ചെറുതാണ്, വല്ലാതെ വലുത് ഇടത്തരവുമല്ല. നിലനിൽക്കുന്ന കാലം വർഷങ്ങൾ, ഒന്നിൽ കൂടുതൽ വർഷങ്ങൾ ഒരു തുളസി നിലനിൽക്കും. തെങ്ങിൻ്റെ തടി, അതായത് തെങ്ങിൻ്റെ തണ്ട് വളരെ കാഠിന്യമുള്ളതാണ്. തെങ്ങിൻ്റെ വലിപ്പം എന്നുള്ളത് വലുത് എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക. നിലനിൽക്കുന്ന കാലം വളരെയധികം വർഷങ്ങൾ. പ്ലാവും തെങ്ങും ഒരേപോലെയാണ്, കാഠിന്യമുള്ള തടിയാണ്, വലുതാണ്, വളരെയധികം വർഷങ്ങൾ നിലനിൽക്കും. തെച്ചിയുടെ തണ്ട് കാഠിന്യമുള്ളതാണ്, ഇടത്തരം വലുപ്പമാണ്, വർഷങ്ങൾ നിലനിൽക്കും. ഇനി തക്കാളിയുടെ തണ്ട് മൃദുവായതാണ്, തക്കാളിയുടെ വലുപ്പം ചെറുതാണ്, നിലനിൽക്കുന്ന കാലം മാസങ്ങൾ. നെല്ലിൻ്റെ തണ്ടും മൃദുവായതാണ്, ചെറുതാണ്, നിലനിൽക്കുന്ന കാലം മാസങ്ങൾ നിലനിൽക്കും. മൈലാഞ്ചിയുടെ തണ്ട് കാഠിന്യമുള്ളതാണ്, വലിപ്പം ഇടത്തരമാണ്, നിലനിൽക്കുന്ന കാലം വർഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.